ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലാൻഡേൺസ് എന്ന DC-യുടെ പുതിയ സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ പുതിയ യൂണിവേഴ്സിൽ സൂപ്പർമാൻ ഇറങ്ങി, സൂപ്പർമാൻ നല്ലായിരുന്നു. പിന്നെ സൂപ്പർ ഗേൾ ഇറങ്ങി, അത് വളരെ ശോകമായിരുന്നു. നൗ ഇറ്റ്സ് DC-യുടെ പുതിയ ലാൻഡേൺസ് എന്ന സീരീസ് ആണ്. ഈ സീരീസ് ഓവറോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാ ആഴ്ചയും ഓരോ എപ്പിസോഡ് ഇറങ്ങും. ഈ നമ്മുടെ ഇന്ത്യയിൽ തിങ്കളാഴ്ചയാണ് ഇറങ്ങുന്നത്, എല്ലാ തിങ്കളാഴ്ചയും. അവിടെ ഞായറാഴ്ച വരും, അത് വിഷയമല്ല. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി. ആൻഡ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഐ റിയലി ലൈക്ക് ദിസ് എപ്പിസോഡ്. ഒരു ക്വാളിറ്റി സാധനം കിട്ടി മാൻ. ഗെയിം ഓഫ് ത്രോൺസ്, ഹൗസ് ഓഫ് ഡ്രാഗൺ, പിന്നെ നമ്മുടെ നൈറ്റ് ഓഫ് ദ സെവൻ കിങ്ഡംസ്, അതേപോലെയൊക്കെ തന്നെ ഒരു HBO ക്വാളിറ്റി സംഭവം. HBO ആണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനമേ അവർ എടുക്കുള്ളൂ എന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വേറെ നമ്മുടെ വീക്കെൻഡിൻ്റെ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് വളരെ ശോകമായിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് റെസ്റ്റ് ഓഫ് ദെം വാസ് റിയലി ഗുഡ്. നല്ല അടിപൊളി സംഭവം വന്നിട്ടുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു സ്റ്റോറി, വളരെ നല്ല ആക്ടിങ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഓവറോൾ സംഭവം കളറായിട്ടുണ്ട്. അത് കുറച്ചും കൂടിയും എലബറേറ്റ് പറയാം. അതിന് മുമ്പ് ഒരു സ്പോയിലർ ഇല്ല, ഒരു നോൺ സ്പോയിലർ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്നുള്ളത് പറയാം. ഈ ഗ്രീൻ ലാൻഡേൺ എന്ന് പറയുന്നത് വേറെ ഗ്രഹത്തിൽ നിന്ന് വരുന്ന ഏലിയൻസ് എർത്തിൽ കയറി പണിയാതിരിക്കാൻ വേണ്ടി അവരുടെ ഒരു പോലീസ് ഓർഗനൈസേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്പേസ് കോപ്സ് ആണെന്ന് പറയാം. അതാണ് ഈ ഗ്രീൻ ലാൻഡേൺ എന്നുള്ള സംഭവം. ഈ ഹാൽ ജോർഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മുടെ റയൻ റെനോൾഡ്സ് പണ്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ലാൻഡേൺ എന്ന് പറഞ്ഞ സിനിമയിൽ. ആ ക്യാരക്ടർ തന്നെയാണ് ഇത്. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ പ്രായമായി. അപ്പോൾ പ്രായമായപ്പോൾ നെക്സ്റ്റ് അടുത്ത ആരെ എടുക്കും എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ഒരു ചെക്കൻ എടുത്തിട്ടുണ്ട്. അത് ഹാൽ ജോർഡൻ അല്ല എടുത്തത്. ഹാൽ ജോർഡന് വേറെ ആരെ എടുക്കണമെന്നില്ല, പുള്ളി തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ പുള്ളിയുടെ ബോസ് ആണ് വന്നെടുത്തത്. അത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. അത് മിക്കവാറും അടുത്ത എപ്പിസോഡുകളിൽ അറിയും. മിക്കവാറും മറ്റേ ചുവന്നാളായിരിക്കും. ഹാൽ ജോണിന് താല്പര്യമില്ല, ഈ ചെക്കനായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളതിനെ വെച്ച് ഓണം എന്ന് പറഞ്ഞ പോലെ ഇവനെ വെച്ച് ഇതങ്ങാട് ഈ കേസൊക്കെ തെളിയിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഈ ചെക്കനും വലിയ താല്പര്യമൊന്നുമില്ല. അവന് ശരിക്കും ഈ ഒരു ഗ്രീൻ ലാൻഡേൺ ആണോന്നാണ് ഇയാളുടെ ഈ ശോകം പരിപാടിയും, ഇയാളുടെ ഭയങ്കര ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത പോലത്തെ ഒരു നമ്മുടെ മാനേജറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പില്ലേ, അതേപോലെ തന്നെയാണ് ഇവർ തമ്മിൽ. മാനേജറിന് ഇഷ്ടമുള്ളത് കാണിക്കുന്നു, എംപ്ലോയി അത് പറഞ്ഞിട്ട് ശരി സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടക്കുന്നു. ബട്ട് ഉള്ളിൽ നമ്മുടെ ഈ ജോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ നെക്സ്റ്റ് ഇൻ ലൈൻ ആയിട്ടുള്ള പുള്ളിക്കാരന് ഇങ്ങേരോട് ഒരു ചെറിയൊരു ബഹുമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങേർക്ക് പേടിയില്ല, ഭയം ഇല്ല. അതാണ് ഈ ഹാൽ ജോർഡനിൽ ഇവൻ കാണുന്ന ഏറ്റവും മികച്ച ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ചെക്കനും ഇയാളും നടത്തുന്ന ഒരു സായാഹ്ന യാത്ര എന്നൊക്കെ പറയണ പോലെ ഒരു സംഭവമാണ് ഇത് ലാൻഡേൺസ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ അടുത്ത കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നൈറ്റ്സ് ആയിട്ട് ഇന്നത്തെ ഉച്ചയ്ക്ക് ഉണ്ടാവും. വെയിറ്റ് എ മിനിറ്റ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സീരീസ് ആണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. കാരണം ഫാമിലി ഫ്രണ്ട്ലി അല്ല HBO സീരീസ്. ഒരു ചെറിയ സീൻ ഇതിൽ തന്നെയുണ്ട്. ക്ലോത്ത് ഒക്കെ ഇട്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പരിപാടിയൊക്കെ അതേപോലെ നടക്കുന്നു. ഫാമിലി ഫ്രണ്ട്ലി സീരീസ് അല്ല ലാൻറ്റേൺസ്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഹാൽ ജോർഡനും പിന്നെ പുള്ളിക്കാരൻ്റെ ഈ ഒരു അസിസ്റ്റന്റ് അല്ല, നെക്സ്റ്റ് ഇൻ ലൈൻ. ഡിസ്റെസ്പെക്റ്റ് ഒന്നും പാടില്ല, പുള്ളിക്കാരൻ്റെ ഡിസ്റെസ്പെക്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെതായ ഒരു ഇമോഷണൽ ടർമോയിൽ പുള്ളിക്കാരനുണ്ട്. അതുപോലെ ഹാൽ ജോർഡൻ ഒരിക്കലും പേടിക്കൂല എന്ന് പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ, അതിൽ തന്നെ ഇയാൾ ഒരു ബാഡ് ആസ് ക്യാരക്ടറാണെന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് ഇയാൾ എന്തിനോ പേടിക്കുന്നുണ്ട്. ഫുൾ ഓൺ സീരീസിൽ ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഇയാൾ എന്തിനോ പേടിക്കുന്ന ഇയാളുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. അപ്പൊ ഇതറിയാൻ തന്നെയാണ് ഈ ചെക്കനും നല്ല താല്പര്യം. ഒന്നിനെയും പേടിക്കാത്ത ഇയാള് എന്തിനു പേടിച്ചാണ് ഇങ്ങനെ ഓടുന്നത്, എന്തിനേക്കാണ് ഇയാൾ പോകുന്നത് എന്നുള്ളത് ഈ എപ്പിസോഡിൽ മേ ബി ഇനി വരുന്ന എപ്പിസോഡുകളിൽ റിവീൽ ആയിരിക്കാം. ഒന്നിനെയും പേടിക്കാത്ത ഒരു മനുഷ്യൻ എന്തിന് ഒരു സാധനത്തെ പേടിക്കണം? എന്തായിരിക്കും അത് പേടിക്കുന്നത്? അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാൽ ജോർഡൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം മാതാപിതാ. എനിക്ക് ഈ എപ്പിസോഡിലെ ഏറ്റവും ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് തോന്നിയ ലൈൻ അതാണ്. ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്വന്തം മാതാപിതാക്കളെ, നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെ പേടിക്കാനാണ്? വേറൊന്നിനെയും ഭയക്കില്ല നമ്മൾ. അതൊരു വളരെ ടഫ് ലൈനായിരുന്നു. ആ ഒരു ലൈനിൽ തന്നെയാണ് ഈ ചെക്കനും ഫ്ലാറ്റ് ആയത്, ഇയാളുടെ ഫാനായതും ആ ഒരു ലൈനിൽ തന്നെയാണ്. അയാളോട് ചോദിച്ചു, നിനക്ക് ആരെങ്കിലും പേടിയുണ്ടോന്ന് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞു. ആ കണ്ണിലോട്ട് ഇവൻ നോക്കി, അപ്പൊ ആ ഒരു പേടി ഇവന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് ഇയാളുടെ ഇവന് ഈ ഹാൽ ജോർഡനെ ആരാധിക്കുന്ന ഒരു ഇത് തോന്നിയത്, ആ ഒരു ഭ്രാന്ത് തുടങ്ങിയത്. പിന്നെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ എന്തിനെങ്കിലും പേടിക്കുന്നു,
എന്തിനെങ്കിലും നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഈ ഒരു എപ്പിസോഡും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും ലൈക്ക് അത് വീണ്ടും ഇവ എക്സ്പ്ലോർ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ഈ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഒരു ജസ്റ്റ് ഒരു എക്സ് ഫാക്ടർ പോലെയാണ്. ലൈക്ക് ഒരു ഫുൾ ഓൺ സൂപ്പർ ഹീറോ സീരീസ് ആയിട്ട് ഇത് കാണരുത്. ഇതൊരു മാർവൽ സീരീസ് അല്ല. മാർവലിന്റെ കുറേ സീരീസ് ഇറക്കില്ല, അതേപോലത്തെ സീരീസ് അല്ല ഇത്. അത് കണ്ടിട്ട് ഇത് കാണരുത്. കാരണം ഇതൊരു വേറെ ഡിഫറെന്റ് ടൈപ്പ് സീരീസ് ആണ്. സൂപ്പർ ഹീറോ ഫാക്ടർ ഒരു എക്സ് എലമെന്റ് ആണ്, ഒരു ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു എലമെന്റ് ആണ്. പക്ഷെ ഇത് കാണിക്കുന്ന സ്റ്റോറി ഇറ്റ്സ് എ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, പിന്നെ ഒരു ഡ്രാമയാണ് മോസ്റ്റ്ലി. സോ അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകണം, എന്നാലേ ഇതിന് നല്ലൊരു പേ ഓഫ് കിട്ടുള്ളൂ. ആൻഡ് ഇഫ് യു വാച്ച് എച്ച് ബി ഒ സീരീസ് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് മൈ റിവ്യൂ ഫോർ ലാൻറ്റേൺസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.